കെൻസ് മില്യൺ ഡോട്ട്സിന്റെ ഈ ഒരു റീല് നമുക്കൊന്ന് ഇൻഫ്ലുവൻസ് നിനക്കൊരു ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ പറ്റും. ലെറ്റസ് സേ 20,000 30,000 രൂപയോ നിങ്ങൾക്കൊരു 12% തരുന്ന മ്യൂച്വൽ ഫണ്ടിലോ ഇൻഡെക്സ് ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഈ 20,000 രൂപ നിനക്ക് ആവറേജ് 200 rupees എവറി മന്ത് ജനറേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് യു ഗെറ്റ് 12% per annum, which is 1% monthly effectively on an average. റോങ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12% എന്ന് പറയുന്ന ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ 10 മുതൽ 15 വർഷത്തെ ആവറേജ് ട്രെയിലിംഗ് റിട്ടേൺ ആണ്. നിങ്ങൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ 12% ആവറേജ് റിട്ടേൺ ഒരു ബോൾ പാർക്ക് റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഫിക്സ്ഡ് ഒന്നും അല്ല. ഫസ്റ്റ് കാര്യം, ഇതിലൊരു പീരിയോഡിക് വിഡ്രോവൽ ആവശ്യമുണ്ട് എവറി മന്ത് അല്ലെങ്കിൽ എവറി ഇയർ ബേസിസിൽ. ഇങ്ങനെ പീരിയോഡിക് വിഡ്രോവൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് കൺസിഡർ ചെയ്തത് തന്നെ റോങ് ആണ്. കാരണം ഷോർട്ട് ടേമിൽ ഇൻഡെക്സ് ഫണ്ട് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അത് മേലോട്ടോ പോവാം, താഴോട്ട് പോവാം, ഇല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ പോലും തരാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതർ യു കൺസിഡർ എ ഡെറ്റ് ഫണ്ട്. ഇവിടെ പീരിയോഡിക്കലി ഈ ഇൻട്രസ്റ്റ് ഭരിക്കുന്നത് കൊണ്ട് തന്നെ കോമ്പൗണ്ടിങ് വർക്ക് ആവുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇൻഫ്ലേഷൻ ഇവിടെ അണ്ടർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. എല്ലാ ബിസിനസ്സും അവരുടെ പ്രൊഡക്റ്റ് പ്രൈസ് വർഷങ്ങൾ കൂടുന്തോറും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ടാറുണ്ട്. നെറ്റ്ഫ്ലിക്സും അവരുടെ സബ്സ്ക്രിപ്ഷൻ ഫീസ് 200 നിന്ന് 250 300 ആക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ കോസ്റ്റും ടാക്സസും ഇവിടെ കൺസിഡർ ചെയ്ത് ടാക്സ് തന്നെ 10 മുതൽ 15% റിട്ടേണും ഈറ്റ് ചെയ്യും. പ്രാക്ടിക്കലി ഇത് പോസിബിൾ.